മൃഗങ്ങളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് കാണാൻ നല്ല ക്യൂട്ടായവയെ. ഇന്നത്തെ വീഡിയോയിൽ ജനിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കുറച്ച് മൃഗങ്ങളെയാണ് നാം പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജയന്റ് പാണ്ട. കരടികളുടെ ഫാമിലിയിൽ പെടുന്ന സസ്യബുക്കുകളാണ് പാണ്ടകൾ. ബാംബു ആണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. ചൈനയിൽ കാണപ്പെടുന്ന ഇവകളെ അവരുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഇവ ജന്മം നൽകാറുള്ളവയിൽ പകുതിയും ട്വിൻസ് ആയിരിക്കും. എന്നിരുന്നാലും രണ്ട് കുഞ്ഞുങ്ങളും സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രസവത്തിന് ശേഷം അമ്മ പാണ്ട ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കും. ഇതിന് കാരണം രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ട പാൽ ഉൽപ്പാദിപ്പിക്കാൻ അമ്മ പാണ്ടക്ക് കഴിയില്ല. 90 മുതൽ 120 ഗ്രാം ഭാരമേ ഇവകൾക്ക് ജനിക്കുന്ന സമയമുണ്ടാകൂ. എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയാൽ 70 മുതൽ 125 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. വളരെ വേഗത്തിൽ വളരുന്ന ഇവകൾ ജനിച്ചു കഴിഞ്ഞ് 1-2 വർഷം അമ്മയുടെ കൂടെ ചിലവഴിക്കും. അത് കഴിഞ്ഞാൽ ഇവർ സ്വതന്ത്രരാകും. കോല ബെയർ. ഓസ്ട്രേലിയയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു മൃഗമാണ് കോല ബെയർ. വളരെ ക്യൂട്ടായി മൃഗത്തിന്റെ പ്രഗ്നൻസി പീരീഡ് 33 മുതൽ 35 ദിവസമാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് 2 സെന്റിമീറ്റർ നീളവും 2 ഗ്രാം ഭാരമേ ഉണ്ടാവൂ. അതിനുശേഷം അമ്മയുടെ പൗച്ചിലേക്ക് ഇഴഞ്ഞു കയറുകയും പിന്നീട് അവിടെ വെച്ചാണ് കുഞ്ഞ് വളരുന്നത്. ജനിച്ച് 26 ദിവസം കഴിയുമ്പോൾ ബേബി കോവാല ആദ്യമായി അമ്മയുടെ പൗച്ചിൽ നിന്ന് തല പുറത്തേക്ക് കാണിച്ചു തുടങ്ങും. 6-7 മാസങ്ങൾക്ക് ശേഷമാണ് ബേബി കോവാല ആദ്യമായി പൗച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഈ സമയം ഇവയ്ക്ക് 300 മുതൽ 500 ഗ്രാം വരെ ഭാരമുണ്ടാകും. 9 മാസം കഴിയുമ്പോൾ കുഞ്ഞ് അമ്മയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യാനും മരക്കൊമ്പിൽ കയറാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങും. സ്ലോത്ത്. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു മൃഗമാണ് സ്ലോത്തുകൾ. ഇവയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മരത്തിൽ തലകീഴായി കിടന്നാണ് ചിലവഴിക്കുന്നത്. സ്ലോത്തിന്റെ പ്രഗ്നൻസി പീരീഡ് 6 മുതൽ 12 മാസമാണ്. 5 മാസത്തോളം ബേബി സ്ലോത്ത് തന്റെ അമ്മയുടെ കൂടെ ചിലവഴിക്കും. ചിലപ്പോഴൊക്കെ ബേബി സ്ലോത്ത് മരത്തിൽ നിന്ന് വീണ് ജീവൻ നഷ്ടപ്പെടാറുണ്ട്. മരത്തിൽ കയറാനും തൂങ്ങിക്കിടക്കാനും അമ്മയിൽ നിന്നാണ് കുഞ്ഞു പഠിക്കുന്നത്. കഴിക്കേണ്ടത് ഏത് ഭക്ഷണമാണെന്നറിയാൻ കുഞ്ഞമ്മയുടെ ചുണ്ട് നക്കി നോക്കും. മിക്കപ്പോഴും പ്രാണികളും ചെറുപല്ലികളും ഇലകളുമാണ് ഇവയുടെ ഭക്ഷണം. ടേർട്ടിൽ. ലോകത്ത് വിവിധ ഇനത്തിലുള്ള കടലാമകളുണ്ട്. പക്ഷേ എല്ലാ ആമകൾക്കും ഒരേ ശരീരഘടനയാണ്. ആമകൾ മുട്ടയിടുന്നത് ബീച്ചിലെ മണൽ കൂനകൾക്കടിയിലാണ്. മിക്കപ്പോഴും രാത്രിയിലാണ് ഇവ മുട്ടയിടുന്നത്. 3-4 വർഷത്തിലൊരിക്കലേ ആമകൾ മുട്ടയിടൂ. ഒരു ബാച്ചിൽ ഏകദേശം 100-ലധികം മുട്ടകൾ ഉണ്ടാവും. ഈ മുട്ടകൾ വിരിയാനായി 2 മാസവും വേണ്ടിവരും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉടനെ തന്നെ വെള്ളം ലക്ഷ്യമാക്കി കുതിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ ആമക്കുഞ്ഞുങ്ങളും സർവൈവ് ചെയ്യുന്നില്ല. ചില പക്ഷികൾക്ക് ഇവ ഭക്ഷണമാകും. ഇനി സമുദ്രത്തിലെത്തിയാലും അവിടെയും ഇവർ സുരക്ഷിതരല്ല. ഇതിന് കാരണം പ്രഡേറ്റർ മത്സ്യങ്ങളും മനുഷ്യരുടെ പ്രവൃത്തിയുമാണ്. ജിറാഫ്. ജിറാഫിന്റെ പ്രഗ്നൻസി പീരീഡ് 400 മുതൽ 460 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. പ്രസവിക്കുമ്പോൾ മിക്കപ്പോഴും ഒരു കുഞ്ഞാണ് ജനിക്കുന്നത്. അപൂർവമായി ഇരട്ട കുഞ്ഞുങ്ങളും ജനിക്കാറുണ്ട്. ജനിച്ചു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ബേബി ജിറാഫിന് സ്വന്തം കാലിൽ നിൽക്കാനും ഓടാനും സാധിക്കും. കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അമ്മ ജിറാഫ് കുഞ്ഞിന് സ്വയം എണീറ്റ് നിൽക്കുന്നത് വരെ കുഞ്ഞിനെ തൊഴിച്ചുകൊണ്ടിരിക്കും. ഇതിന് കാരണം എന്തെന്നാൽ സിംഹം, പുലി പോലെയുള്ള പ്രഡേറ്ററുകൾക്ക് ഏറ്റവും ഇഷ്ടം ജിറാഫിന്റെ ഇറച്ചിയാണ്. സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ ഓടാനോ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് വനത്തിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ജനിച്ചു കഴിഞ്ഞ് അടുത്ത 2-3 ആഴ്ചകളോളം ബേബി ജിറാഫ് ഒളിവിൽ താമസിക്കും. ഈ സമയത്താണ് അവയുടെ ശരീരത്തിലെ പാടുകൾക്ക് മാറ്റം സംഭവിക്കുന്നതും ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് മൃഗത്തെയാണ് കൂടുതൽ ക്യൂട്ടായി തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.